ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. രാധാമാധവ പാടുന്നവർ വലിയ പ്രഭു. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന വ്രജജനരഞ്ജന ജയ യശോദാനന്ദന വ്രജജനരഞ്ജന യമുനാതിരാവനചാരി യമുനാതിരാവനചാരി യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ രാധമാധവ് ജയ ജയ രാധമാധവ് ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ് ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ജയ ശില പ്രഭുപാദ്. നമ ഓം വിഷ്ണുമാതായ കൃഷ്ണപൃഷ്ഠായ ബുധലേ ശ്രീമതി മഹാവിഷ്ണു സ്വാമി നമനി. നമ ഓം വിഷ്ണുമാതായ കൃഷ്ണപൃഷ്ഠായ ബുധലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമി നമനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ. ഭഗവത്ഗീത 2-ാം അധ്യായം 15-ാം ശ്ലോകമാണ് ഇന്ന് എടുക്കുന്നത്, ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്ലോകം വായിക്കാം. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖാത് ധീരം സോ അമൃതത്വായ കൽപ്പതേ. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. തം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അപ്പൊ ഇനി ഇതിന്റെ ശബ്ദങ്ങളുടെ അർത്ഥം നോക്കാം. പുരുഷർഷഭ ഏ പുരുഷ ശ്രേഷ്ഠ. സമദുഃഖ സുഖം സുഖദുഃഖങ്ങളെ ഒരേപോലെ കരുതുന്നവനായി. ധീരനായിരിക്കുന്ന, അതായത് ക്ഷമാശീലനായിരിക്കുന്ന എന്നർത്ഥം. യം യാതൊരു പുരുഷനെ ഏത് ഇവ ന വ്യഥയന്തി ദുഃഖിപ്പിക്കുന്നില്ലയോ സഹ അവൻ അമൃതത്വായ മോക്ഷത്തിന് കൽപ്പതേ കൽപ്പിക്കപ്പെടുന്നു, യോഗ്യനായി തീരുന്നു. ശില പ്രഭുപദജിക്ക് ജയ്. വിവർത്തനവും ഭാവാർത്ഥവും.
അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഭാവാർത്ഥം: ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്കർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നാലാം ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായ ഒരു വ്യവസ്ഥയാണ്. എങ്കിലും ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭാര്യാപുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. അത്തരം ക്ലേശങ്ങളെയും സഹിക്കാൻ കഴിയുമെന്നായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പൂർണ്ണമായി കുടുംബ ബന്ധമുള്ളവരോടോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു 24-ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു. വൃദ്ധയായ മാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹമല്ലാതെ ഒരാശ്രയം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഉത്കൃഷ്ടമായ ഒരു ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം സന്യാസം കൈക്കൊണ്ടു. തന്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാകയാ ചക്ഷുരും മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥവിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദേവനീശ്വരേ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം നമുക്കിനി ഇന്നത്തെ ശ്ലോകത്തിലോട്ട് കിടക്കാം. അപ്പൊ അങ്ങനെ അവിടെ യുദ്ധക്കളത്തില് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും മധ്യഭാഗത്തായിട്ടും മറ്റുള്ള 2 വിഭാഗം സേനകളും ഇങ്ങനെ നിരന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാ അവസരത്തിലാണ് ചെറിയ ഒരു വിഷമമുണ്ടായ കാരണത്താൽ അർജുനൻ അവിടെ ഞാൻ ഈ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ യുദ്ധം ചെയ്ത ചെറിയ ഒരു വിഷമം, അതായത് ഭൗതികമായ ഒരു ശകലം ചിന്തയുണ്ടായ അദ്ദേഹത്തിന്, അതായത് ശാരീരിക ബന്ധങ്ങൾ പറ്റി ഉള്ള ബോധം. അപ്പൊ അങ്ങനെ ഉണ്ടായ ആ വൈക്ലഭ്യത്തിൽ നിന്നും നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതായത് യുദ്ധത്തിൽ ഇടപെടുത്താൻ വേണ്ടി കൃഷ്ണൻ അദ്ദേഹത്തോട് ഉപദേശിക്കുന്നതാണ് ഈ ഭാഗം. അപ്പോ അത്രയ്ക്കുണ്ടായ അദ്ദേഹത്തിന്റെ ധീരത വീണ്ടെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഴിഞ്ഞ അധ്യായത്തിന്റെ ലാസ്റ്റിലും അതുപോലെ തന്നെ ഈ അധ്യായത്തിന്റെ ആരംഭത്തിലും എങ്ങനെ യുദ്ധത്തിൽ നിന്ന് വിരമിക്കാൻ പറ്റുമോ അതിനുള്ള വഴികളൊക്കെ, തത്വജ്ഞാനപരമായ കാര്യങ്ങളൊക്കെ അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ, അതായത് ശ്രീ കൃഷ്ണൻ അർജുനനെ ധൈര്യവാനാക്കാൻ വേണ്ടി ഉപദേശിക്കുന്നതാണ് ഈ ഭാഗം. 2-ാം അധ്യായത്തിലെ
ശ്ലോകങ്ങൾ കഴിഞ്ഞ് 14-ാം ശ്ലോകം വരെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയായിരിക്കണം ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ എങ്ങനെയായിരിക്കണമെന്നും ആ ക്ഷത്രിയന്റെ ഗുണങ്ങൾ വിധമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ലക്ഷ്യം, ഒരു ധീരനായിട്ടുള്ള ഒരാളുടെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രഗതി, ആത്മീയ പ്രഗതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തതയുള്ള ആൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് ശരീര പരിണാമങ്ങളെപ്പറ്റി വ്യാമോഹിക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട്. വളരെ അർജുനനെ ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിഷ്യനായി മാറിയതിനു ശേഷം അല്ലെങ്കിൽ ശിഷ്യസ്ഥം സ്വീകരിച്ചതിന് ശേഷം ഒരു ചെറിയ പുഞ്ചിരിയോടൊക്കെയാണ് അദ്ദേഹം പിന്നെ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ പറയുന്നത് അർജുനന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി, വൈമനസ്യമൊക്കെ ഉണ്ടാകുന്നുണ്ടൊരു ചെറിയൊരു മടി യുദ്ധം ചെയ്യാനുള്ള, അതിനെ നിന്നും രക്ഷപ്പെടുത്താനുള്ള മാർഗത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിനകത്ത്. അല്ലയോ നരോത്തമ അർജുന, നരോത്തമൻ തന്നെയാണ് നരന്മാരിൽ ഉത്തമനായ വ്യക്തിയാണ് അർജുനൻ മോശക്കാരനൊന്നുമല്ല, ചെറിയ ഒരു ക്ഷത്രിയനാണ്. എല്ലാ വിദ്യകളും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നരോത്തമ എന്ന് വിളിക്കുന്നത്. സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അതാണ് പറയുന്നത്, ഏത് മാർഗത്തിലും ഏതൊരവസ്ഥയിലും തൻ്റെ സമചിത്തത വെടിയാതിരിക്കുക, അതാണ് ധീരന്മാർക്കുള്ള ലക്ഷണം. അപ്പൊ അതിനെപ്പറ്റി കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ സുഖവും ദുഃഖവും എങ്ങനെയാണ് വരുന്നതെന്നും അതെല്ലാം നമ്മുടെ മാനസികമായിട്ടുള്ള വിചാരങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ശ്ലോകത്തില്. അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ വീണ്ടും പറയുന്നു, ഇങ്ങനെ അർജുനെ എങ്ങനെ ഉത്തേജിപ്പിക്കാവോ, യുദ്ധസന്നദ്ധനാക്കാവോ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രാഭാർത്ഥത്തിൽ പറയുന്നത്, ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്ക് അർഹനാണ്. അപ്പൊ മുക്തിയാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഈ ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും രക്ഷപ്പെടുക. അതായത് ഈ ദുഃഖപൂർണമായ ഈ ഭൗതിക ലോകത്തിൽ നിന്നും, ആ ശാരീരികമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നതിൽ നിന്നും, മറ്റുള്ളവരോടുള്ള കടപ്പാട് മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം നമുക്ക് മുക്തനാവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കുന്തി സ്ഥിതിയിലും പറയുന്നുണ്ട്, നമ്മുടെ ബന്ധുത്വം എല്ലാം വിട്ട് കളയണേ ഭഗവാനെ എന്ന്. അപ്പൊ എന്നെങ്കിലും മോക്ഷപ്രാപ്തി നേടാൻ പറ്റൂ. അതായത് ഒരു ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം, അതായത് യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് സന്നദ്ധയിൽ എത്തുക, ഭഗവാന്റെ സേവനം ചെയ്യുക, ഭഗവാന്റെ കൂടെ തന്നെ വസിക്കുക. അതുപോലെ ഭഗവത് ഭക്തിവിധ സേവനം ചെയ്യാനുള്ള അവസരം എവിടെയും കിട്ടുക, ആത്മീയ ലോകത്തായാലും ശരി, ഭൗതിക ലോകത്തായാലും ശരി, എവിടെയായാലും ശരി. അപ്പൊ നമ്മളൊക്കെ ഇതുപോലെ ഓരോ ആത്മാക്കളാണ് വന്നിരിക്കുന്നത്. ആത്മാക്കളായിട്ട് വന്നിട്ട് ഇവിടെ ഓരോ ശരീരം കിട്ടി, ആ ശരീരത്തിൽ നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പം ഭഗവാനിൽ നിന്നും നമ്മൾ അകന്നുപോയി. ഭഗവാന്റെ കൂടെ ആയിരുന്നല്ലോ നമ്മൾ വസിച്ചുകൊണ്ടിരുന്നത്. ഭഗവാന്റെ സന്തത സഹചാരികളായി ഇരിക്കുകയായിരുന്നു നമ്മളെല്ലാം. അവിടുന്ന് നമ്മുടെ ആഗ്രഹം കൊണ്ട്, നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൂടുതൽ സുഖിക്കുന്നു, നമ്മൾ അത്രയും സുഖമില്ല, അല്ലെങ്കിൽ ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും, നമുക്കൊന്നും സാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലോട്ട് വരുന്നു. അതിനുവേണ്ടി ഭഗവാനെ സഹായിച്ചു, ഭൗതിക ലോകം ഉണ്ടാക്കുന്നു, ആ ഭൗതിക ലോകത്തിൽ വിടുന്നു, ഭൗതിക ലോകം നോക്കിക്കാണാൻ വേണ്ടി വേറെ ആളിനെ വയ്ക്കുന്നു. അതുപോലെ അങ്ങനെ ഒരു ദുഃഖാലയത്തിലോട്ട് നമ്മളെല്ലാം വന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങി ഇനിയും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ഭഗവാന്റെ അടുത്തോട്ട് തിരിച്ചു പോകാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ അട്ടയോ പുഴുവോ പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് ജീവിക്കുകയും ചെയ്യാം. അത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും. നമ്മുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ
നമ്മളെ വീക്ഷിക്കുന്നുണ്ട് ഭഗവാൻ. നമ്മുടെ അന്തരംഗസ്ഥനായ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഏതവസരത്തിലും ഉണ്ട്. ആ നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പ്രവൃത്തി നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജന്മം കിട്ടും, ആ ശരീരം കിട്ടും. നമ്മളൊക്കെ യാദർച്ഛികമായിട്ടൊരു ശരീരം കിട്ടുകയാണ് ഇപ്പം. ആ ശരീരത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തിന്റെ രീതി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇനി ഭഗവാന്റെ അടുത്തോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ജനന മരണ പ്രക്രിയയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. ആ ജനന മരണ പ്രക്രിയയെ തുടർന്നുകൊണ്ടിരിക്കുന്നത് മാറ്റിമറിക്കാൻ വേണ്ടി ഭഗവാനും സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഏതൊരവസരത്തിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നോ ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത്, ആ അവസരത്തിൽ ഭഗവാൻ തന്നെ നമുക്ക് അതിനു വേണ്ടുന്ന സൗകര്യം ഉണ്ടാക്കി തരും. അതായത് ഭഗവാൻ നമുക്കൊരു ഗുരുവിനെ കാണിച്ചു തരും. ആ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് തന്നെ പോകാം. ഇവിടെ പ്രഭുപാദർ ഈ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ശരീരത്തിൽ ഇങ്ങനെ ആത്മാക്കൾ കയറിയിരിക്കുന്നുണ്ട്. അത് ഓരോ വീടുകളിൽ, ഓരോ അപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ താമസിക്കില്ലേ, സാധാരണ സ്ഥിരമായിട്ടൊരു വീടില്ലാത്ത മനുഷ്യരെ പോയി താമസിക്കുന്ന മാതിരി ആ വീട്ടിൽ കുറെ നാൾ താമസിക്കുക, പിന്നെ അവിടെ നിന്ന് മാറി വേറൊരു വീട് താമസിക്കുക, അവിടെ നിന്ന് വേറെ വീട് താമസിക്കുക, അങ്ങനെ സ്ഥിരമായിട്ട് വീടില്ലാത്തവർക്ക്. അതുപോലെ സ്ഥിരമായിട്ട് നമുക്ക് ഒരു സ്ഥാനമുണ്ട്, പക്ഷെ അതിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനെ അതേമാതിരി ശരീരത്തിൽ ഓരോ ശരീരം നമുക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നീട് ആ ശരീരത്തിനും പഴയ ഒരു കാറ് ഉണ്ടെങ്കിൽ കാറിന്റെ ഡ്രൈവറും അതിലുണ്ടാകും. കാരൻ എന്ന് പറയുന്നത് ഡ്രൈവറും കൂടെ, ആ ഡ്രൈവറ് അല്ല കാറെന്ന് പറയുന്നത്. കാറും ഡ്രൈവറുമാണ്. പക്ഷേ ഈ ഡ്രൈവർ അതിനകത്ത് ഇരിക്കുന്നതേ ഉള്ളു. അപ്പൊ ഇരിക്കുന്ന ഡ്രൈവറ് നിത്യനായിട്ട് അവിടെ ഇരിക്കുന്നില്ല, അയാളും മാറിക്കൊണ്ടിരിക്കും. കാറിന്റെ ഗുണമനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ കാറിന്റെ ഉടയൻ എപ്പോൾ തീരുമാനിക്കുന്നോ ആ അവസരത്തിൽ ഈ ഡ്രൈവർ അവിടെ നിന്ന് മാറേണ്ടതായിട്ട് വരുന്നു. അതേമാതിരി നമ്മുടെ ഓരോ ശരീരത്തിലിരിക്കുന്ന ആത്മാക്കൾ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ശരീരം കഴുകിയിട്ടോ അല്ലെ ശരീരം മാറേണ്ടതായിട്ട് നമ്മൾ ഭഗവാൻ നിശ്ചയിക്കുന്ന ആ സമയത്ത് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറി മാറി നിരന്തരം ഈ ഭൗതിക ലോകത്തിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. അതല്ല നമ്മുടെ ഈ ഭൗതിക ജീവിതം വെടിഞ്ഞിട്ട്, അതായത് ഈ ജയിലറയിൽ നിന്ന് മോക്ഷപ്പെട്ട് ഭഗവാന്റെ സന്നിധി പോകണമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ പറയുന്നത് കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഭഗവാന്റെ അടുത്തോട്ട് തിരിച്ചു പോകാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് പ്രഭുപാദർജി ചൈതന്യ ചരിതാമൃതത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. എങ്ങനെ ഒരു വ്യക്തി ഭൗതിക ജീവിതം മാറ്റിയിട്ട് ആത്മീയ ജീവിതത്തിലോട്ട് കടക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് പ്രഭുപാദർജി ഒരു ശ്ലോകം പറയുന്നുണ്ട് അവിടെ. അത് ആദ്യം ഞാൻ വായിക്കാം. ചൈതന്യ ചരിതാമൃതം മധ്യലീല, അതിനകത്ത് 19-ാമത്തെ അധ്യായത്തില് 151-ാം ശ്ലോകമാണത്. ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരുകൃഷ്ണ പ്രസാദേ പായ ഭക്തി ലതാ ബീജ. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജീവസത്തുക്കളും അവരുടെ കർമ്മങ്ങളനുസരിച്ച് ബ്രഹ്മാണ്ഡത്തിൽ എല്ലായിടത്തും അലഞ്ഞു തിരിയുന്നു. അവയിൽ ചിലർ ഉന്നത ലോകങ്ങളിലേക്കും മറ്റു ചിലർ അധോ ലോകങ്ങളിലേക്കും ഗമിക്കുന്നു. അങ്ങനെ അലഞ്ഞു തിരിയുന്ന കോടിക്കണക്കിന് ജീവസത്തുക്കൾ വളരെ ഭാഗ്യവാനായ ഒരുവന് കൃഷ്ണന്റെ കാരുണ്യത്താൽ ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിന്റെ സംഗമം ലഭിക്കുന്നു. കൃഷ്ണന്റെയും ആത്മീയ ഗുരുവിന്റെയും കൃപയാൽ അത്തരം ഒരുവന് ഭക്തിലതാ ബീജം ലഭിക്കുന്നു. അപ്പൊ ഭക്തിലതാ ബീജം ലഭിക്കുന്ന കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തിലതാ ബീജത്തിന് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്ത് അതിനെ വളർത്തിയെടുക്കുക. അതാണ് ഒരു സാധാരണ ഒരു ജീവാത്മാവ് ചെയ്യേണ്ട പ്രവൃത്തി. പക്ഷെ മിക്കവാറും അത് പറയുന്ന ഭഗവത്ഗീത തന്നെ പറയുന്നില്ല. കുറെ ആളുകൾ ഉണ്ടാവും, 1000-1 അല്ലെങ്കിൽ അതിലൊന്നോ ആളുകൾക്ക് ഇങ്ങനെ തോന്നും ഭഗവത്ധാമിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പറയുന്നതാണിത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക്, അതായത് ആ വ്യക്തിലത ബീജത്തെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ, അതായത് ഭഗവാന്റെ അടുത്ത് തന്നെ എത്തിച്ചേരാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതിനുള്ള രീതികളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഇതിനകത്ത്.
അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിന് ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം അതായത് അതിൻ്റെ തെറ്റുകളൊന്നും ഇല്ലാതെ അത് ഏത് വിധത്തിൽ ജപിക്കണം എന്ന് ഇന്നലെ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഒരു പ്രഭുജി പറഞ്ഞായിരുന്നല്ലോ, ഏത് വിധത്തിലാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കേണ്ടതെന്നും. ആ മഹാമന്ത്രം ജപിക്കേണ്ട വിധത്തിൽ, അതായത് തെറ്റുകളൊന്നും ഇല്ലാതെ ജപിക്കാമെങ്കിൽ ആ ജപത്തിൽ കൂടെ നമുക്ക് ക്രമേണ ഒരു ഗുരുവിനെ കിട്ടുകയും നമ്മുടെ ഈ മനസ്സിലുള്ള അനാവശ്യമായ ചിന്തകളൊക്കെ മാറിക്കിട്ടുകയും അങ്ങനെ നിരന്തരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സ് ക്ലിയറായെങ്കിൽ നമുക്ക് ഭക്തിയിലോട്ട് തിരിയാൻ പറ്റും. ആ മനസ്സ് ക്ലിയർ ഇല്ലാതെ ഭക്തിയിലോട്ട് മാറാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനോട് ഉപദേശിക്കുന്ന അർജുനന്റെ ആ മനസ്സൊന്ന് ക്ലിയർ ചെയ്തിട്ട് അർജുനന്റെ മനസ്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കടന്നുകൂടി. കാരണം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ആ സഹോദരങ്ങള് യുദ്ധം ചെയ്യുന്ന പാപമാണെന്നും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന തകരാറുകൾ അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട അവസരത്തിൽ ക്ഷത്രിയനായ ഒരുത്തന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് ശത്രുക്കളെ മര്യാദ പഠിപ്പിക്കുക. അതായത് ശത്രുക്കളെ നിഷ്കാസനം ചെയ്യുക, തൻ്റെ പ്രജകളെ സംരക്ഷിക്കുക. അതാണ് ഒരു ക്ഷത്രിയന്റെ ഗുണം. ആ ക്ഷത്രിയന്റെ സ്വഭാവത്തിൽ നിന്നും ആ ക്ഷത്രിയന്റെ കടമ നിറവേറ്റുന്നതിൽ നിന്നും, അതായത് ക്ഷത്രിയന്റെ കടമ ഓരോ നമ്മുടെ വർണ്ണ വിഭാഗം അനുസരിച്ച് ക്ഷത്രിയന്റെ ഓരോരുത്തർക്കും നിയമിച്ചിട്ട് ഓരോരുത്തർക്കും വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് ജോലികൾ എന്താണെന്നുള്ളത്. ഓരോരുത്തർ ചെയ്യേണ്ട ജോലി എന്തൊക്കെയാണെന്നുള്ളത്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്. ഒരു ക്ഷത്രിയൻ എന്ന് പറയുന്നത് രാജ്യ സംരക്ഷണം, അവരുടെ അവരുടെ വെൽഫെയർ, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുക, അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക. ഇതൊക്കെയാണ് ഒരു ക്ഷത്രിയന്റെ ജോലി. അതുപോലെ 4 വർഗങ്ങളെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അതില് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും, ഈ 4 കൂട്ടരും ഇടയ്ക്കും വിഭജിച്ചു കൊടുത്തിട്ടുള്ള ഓരോ ജോലികളുമുണ്ട്. ബ്രാഹ്മണനാണെങ്കിൽ നമ്മുടെ ആത്മീയമായ കാര്യങ്ങളും വേദസാഹിത്യങ്ങളെ പറ്റി പഠിപ്പിക്കുക. അതുപോലെ തന്നെ ക്ഷത്രിയനാണെങ്കിൽ രാജ്യകാര്യങ്ങൾ നോക്കുക, ജനങ്ങളുടെ ക്ഷേമങ്ങളെ പറ്റി നോക്കുക, ജനങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി രാജ്യം ഭരിക്കുക. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സകല ചരാചരങ്ങൾക്കും വേണ്ടി രാജ്യം ഭരിക്കുക, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുക. ഇതൊക്കെയാണ് ക്ഷത്രിയരുടെ ചുമതല. അതുപോലെ വൈശ്യർക്കാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ചുമതല. പിന്നെ ശൂദ്രർ. അങ്ങനെ നമ്മുടെ ആ സ്വഭാവത്തെ പറ്റി വർണ്ണാശ്രമ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യാതിരുന്നുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് പറയാണ്, നിന്റെ നിയത കർമ്മം, നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള കർമ്മം നീ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്തേ പറ്റൂ. അതുകൊണ്ട് എഴുന്നേക്കുക, ധീരനാകുന്ന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലോട്ട് ഒരാള് പ്രവേശിക്കണമെങ്കിൽ അയാൾക്ക് വളരെ പ്രയാസങ്ങളുണ്ടാകും. കാര്യം, അയാൾ നിത്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ വരിക. അത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ ചില ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഒരു കൃഷ്ണാവബോധത്തിൽ അഥവാ കൃഷ്ണബോധ പ്രസ്ഥാനത്തിലോട്ട് കയറണമെങ്കിൽ 4 കാര്യങ്ങൾ അവർ തീർച്ചയായും അനുസരിച്ചേ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആദ്യകാലത്തൊക്കെ അവർക്ക് വളരെ പ്രയാസം തോന്നും. അതുകൊണ്ട് ചിലരൊക്കെ, അതായത് ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ അടുത്ത് പോകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളതാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ് നടത്തുന്നത്, അതിൻ്റെ ഉള്ള ശിക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അവരെ അനുസരിക്കേണ്ടതായ 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതുണ്ട്. 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് തീർച്ചയായിട്ടും പരിപാലിക്കണം, അത് അനുസരിക്കണം. ഒന്ന്, മദ്യപാനമാണ്, അത് ചെയ്യാൻ പാടില്ല. മാംസാഹാരം ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ അവിഹിതമായ ബന്ധങ്ങൾ പാടില്ല.
ചുവതുകളെ മറ്റു കാര്യങ്ങൾ അങ്ങനെ അതിൻ്റെ ശരിയായ ഈ 4 കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മൾ അനുസരിക്കേണ്ടതാണ്. അതനുസരിച്ച് ഒക്കെ വരുന്ന പറഞ്ഞാൽ ചിലർക്ക് ചില പ്രയാസങ്ങളുണ്ടാകും. പക്ഷെ അതിന് പ്രഭുപാദരിക്ക് പറയുന്നത് ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. നമ്മുടെ ശീലങ്ങൾ ഒരു ശകലം മാറ്റിയെടുക്കുക എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ആ ശീലം മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ ഈ കൃഷ്ണഭഗവത പ്രസ്ഥാനത്തിൽ മെഴുകുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്, ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിന് ഉള്ള മാർഗം ഒന്ന് ഇതാണ്, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ചേരുക. അതിൻ്റെ കൂടെ നമ്മുടെ ഈ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് യമനിയമങ്ങൾ അനുസരിക്കുക, മലയാളത്തിൽ പറയാം. അതുപോലെ ഹരേ കൃഷ്ണ മഹാന്തരം തെറ്റുകൂടാതെ ജപിക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഭക്തിമാർഗത്തിലേക്ക് മുന്നേറാൻ പറ്റും. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നുള്ളത്. അതിനകത്ത് നമ്മുടെ പ്രഭുപാദരി പറയുന്നതാണ്, വർണ്ണാശ്രമ വ്യവസ്ഥയിൽ 4ാം ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായ ഒരവസ്ഥയാണ്. മറ്റേ 4 ആശ്രമത്തിൻ്റെയും ഡ്യൂട്ടികളെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുപോലെ 4ാം ആശ്രമം എന്ന് പറയുന്നത് സന്യാസം, ക്ഷമിക്കണം, അതിനകത്ത് 4 വിഭാഗങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. അതാണ് 4 വർണ്ണാശ്രമ കാര്യങ്ങളിലുള്ളത്. ആദ്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ പീരീഡാണ്. വിദ്യാഭ്യാസം കുട്ടികളായിരിക്കുന്ന സമയത്ത് ബ്രഹ്മചര്യം, അത് പണ്ടൊക്കെ നമ്മൾ ഗുരുകുലത്തിൽ വിട്ട് ശീലിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസം. ഇപ്പൊ ആ ഗുരുകുലം ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ അത്രയും കാലം, അതായത് ബ്രഹ്മചര്യ കാലം ഒരു 24 വയസ്സ് വരെ, 25 വയസ്സ് വരെ തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഒരു കിടക്കാം, ഇല്ലെങ്കിൽ സന്യാസ മാർഗത്തിലോട്ട് സ്വീകരിക്കാൻ പോവാം. എന്തായാലും അടുത്ത ഇത് പറയുന്നത് ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം, അത് കഴിഞ്ഞിട്ട് സന്യാസം. ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഭഗവാൻ അർജുനനോട്. സന്യാസത്തെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, സന്യാസം സ്വീകരിക്കണമെങ്കിലും ഈ വേണ്ടപ്പെട്ടവരെ എല്ലാം ഉപേക്ഷിക്കുക, അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മാറ്റി നിർത്തണം. പല പല കാര്യങ്ങളുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് ചില ധ്യാനങ്ങളൊക്കെ ചെയ്തേണ്ടിട്ടുണ്ട്. അതായത് എന്താ കൃഷ്ണ, അങ്ങനെ ഓരോ ചിട്ടകൾ കൂടിയ സന്യാസത്തിന് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് ബന്ധുമിത്രാദികൾ വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട്. അതുപോലെ ഇതെന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അർജുനനുണ്ടായ വിഷമം സ്വന്തക്കാരുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനുണ്ടായ പ്രയാസങ്ങളാണ്. അതുകൊണ്ട് ഇതിനൊരു ഉദാഹരണം പറയുന്നതാണ്, ഈ സന്യാസാശ്രമത്തിൽ പോകുന്നവർക്കും ഇതൊക്കെ സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. ഭാര്യ പുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു ഈ സന്യാസം സ്വീകരിക്കുമ്പോൾ. അത് ഉദാഹരണം പ്രയാസം. അത്തരം ക്ലേശങ്ങളെയും സഹിക്കാൻ കഴിയുമെന്നായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പൂർണ്ണമായി കുടുംബ ബന്ധമുള്ളവരോട് മിത്രങ്ങളോട് പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് കൃഷ്ണൻ അർജുനോട് പറയുന്നു. അപ്പൊ അവിടെ അതേമാതിരിയുള്ള ഒരു പ്രയാസം, അതായത് സന്യാസം സ്വീകരിക്കണമെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളും കളത്രാദികളും അതുപോലെ തന്നെ കുട്ടികളോടും എല്ലാ ബന്ധം ഉപേക്ഷിക്കണമെന്നല്ലേ പറയുന്നത്. സർവസംഘ പരിത്യാഗമാണ് സന്യാസികൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാ പരിത്യാഗവും, എല്ലാ ബന്ധത്വവും പരിത്യജിച്ചെങ്കിൽ മാത്രമേ സന്യാസമാകുമ്പോൾ. അങ്ങനെ സന്യാസിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ എന്തുകൊണ്ട് അർജുന നിനക്ക് യുദ്ധം ചെയ്യുന്നതിന് എന്താ പ്രയാസം? അപ്പൊ അങ്ങനെ അവര് ആവശ്യം വരുമ്പോൾ എല്ലാവരും തിരിക്കുന്നുണ്ടല്ലോ. പിന്നെ യുദ്ധത്തിന് എന്തോ അങ്ങനെ കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ. യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവുണ്ട്, വല്യച്ഛനുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വിചാരം കൊണ്ടാണ് യുദ്ധം ചെയ്യാൻ അദ്ദേഹം മടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉദാഹരണം ഇവിടെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ സന്യസിക്കുന്നതിന് പോലും ആ വ്യക്തികളെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വിട്ടെങ്കിൽ മാത്രമേ സാധിക്കൂ.
പിന്നെ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് നീ പ്രയാസപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് നമ്മുടെ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു തൻ്റെ 24-ാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് രണ്ടാമത്തെ ഭാര്യയും ഉപേക്ഷിക്കുക, അതായത് ചെറുപ്പക്കാരിയായ ഭാര്യ, അതുപോലെ തന്നെ ഒരേ ഒരു അമ്മ പ്രായമായത്, അവരെ സഹായിക്കാനോ പരിചരിക്കാനോ ആരും ഇല്ലാത്ത സമയത്ത് ചൈതന്യ മഹാപ്രഭു അതൊക്കെ ഉപേക്ഷിച്ചാണ് സന്യാസം സ്വീകരിച്ചത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ബോധവാന്മാരാക്കുകയാണ് അർജുനെ. ഇത് അർജുനന് മാത്രമല്ല, നമുക്കും ഇതൊക്കെ ബാധകമാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു സത്സംഗം ഉണ്ടെന്ന് കേട്ടാൽ നമുക്ക് അവിടെ പോകാൻ മടിയാണ്. കാരണം നമ്മുടെ വീട്ടിൽ വേറെ ആരുമില്ല, പശു കിടക്കുന്നു, കോഴി കിടക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ പള്ളിക്കൂടത്തിൽ വിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് മേടിച്ചില്ല, പട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല ഒഴിവുകൾ നമ്മൾ സത്സംഗങ്ങളിൽ പോകാൻ മടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒഴിവുകൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സ്വന്തം കർത്തവ്യം, ഇതൊക്കെ നമ്മുടെ കർത്തവ്യമായിട്ട് വിചാരിച്ചിട്ട് നമ്മുടെ ഡ്യൂട്ടി, അതായത് ക്ഷത്രിയ ധർമ്മത്തിലുള്ളതാണ് യുദ്ധം ചെയ്യുക. അതുകൊണ്ട് അർജുന, നീ ഈ കാര്യങ്ങളൊന്നും പറയാതെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ധീരത, ചോർന്നുപോയ ധീരത പിടിച്ച് രണ്ടാമത് വരുത്താൻ വേണ്ടി അർജുനനോട് ശ്രീകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. സന്യാസം സ്വീകരിച്ച് വിദ്യാമാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹത്തെ അല്ലാതെ ഒരാശ്രയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഉത്കൃഷ്ടമായൊരു ലക്ഷ്യം, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരു അന്യാഭിലാഷിത, ഒന്നും ചിന്തിക്കാതെ, മറ്റൊന്നും ആവശ്യപ്പെടാതെ അദ്ദേഹം ഹരേ കൃഷ്ണ മഹാന്തരം, അതായത് ഭക്തി. എങ്ങനെ ഭക്തി? ശ്രീകൃഷ്ണൻ പോലും പറഞ്ഞത് അദ്ദേഹത്തെ മാത്രം സ്വീകരിക്കാന്നുള്ളതാണ്. അദ്ദേഹത്തെ മാത്രം ശരണം പ്രാപിക്കുക. ഇത് ഒരു ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ലെന്ന് ചൈതന്യ പ്രഭു പറയുന്നുണ്ട്. ചൈതന്യ പ്രഭുവിന്റെ ലക്ഷ്യം ഇതായിരുന്നു, ലോകത്തിലുള്ള എല്ലാവർക്കും കൃഷ്ണാബോധം പ്രചരിപ്പിക്കുക. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉത്കൃഷ്ട കാര്യം അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സകല ബന്ധങ്ങളും, വീട്ടിലെ ഭാര്യയായിട്ടുള്ള ബന്ധമായാലും ശരി, അമ്മയായിട്ടുള്ള ബന്ധമായാലും ശരി, എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അത് എന്തുകൊണ്ടാണ്? ഉത്കൃഷ്ടമായ ഒരു ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം സന്യാസം കൈക്കൊണ്ടു. തൻ്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. അതെ, അതുപോലെ അർജുന, നീയും നിന്റെ ഈ ഉത്കൃഷ്ടമായ കാര്യം, അതായത് യുദ്ധം ചെയ്യുക, അഴിമതിക്കാരായ ശത്രുക്കളെ ഇല്ലാതാക്കുക, അതായത് അധർമ്മികളായ ഈ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി നീ നിന്റെ എല്ലാ വിചാരങ്ങളും മാറ്റിയിട്ട്, അങ്ങനെ ഭൗതികമായിട്ടുള്ള എന്താ വിചാരങ്ങളും മാറ്റിയിട്ട് നീ മുക്തനായിട്ട് യുദ്ധം ചെയ്യുക. ഇതാണ് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി എന്ന് പറയുന്ന കൃഷ്ണൻ അർജുനനോട്. അപ്പൊ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് നമ്മുടെ സ്വന്തം നിയത കർത്തവ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിക്കുക, അല്ലെ ധൈര്യം കാണിക്കുക, ധീരോദത്തനാവുക. അവനവൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒരിക്കലും പതറാതെ നമ്മുടെ ലക്ഷ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള ആ ഔത്സുക്യം നമുക്ക് ഭക്തിമാർഗം ഉയരണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി എല്ലാവരും ഇരിക്കുക. ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം കിട്ടിയിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും സ്വീകരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഭാഗവതം, ഭഗവത്ഗീത, അതുപോലെ നമുക്ക് ക്ലാസ്സെല്ലാം നടക്കുന്ന മഹാഭാരതം, ഭാരത യുദ്ധത്തിനെ പറ്റിയും ഇന്നത്തെ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കും മിക്കവാറും അറിയാൻ കഴിയില്ല. എങ്കിലും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ കഥകളും പഠിക്കാനുണ്ടായിരുന്നു സ്കൂളിൽ. ഇപ്പം അതൊന്നുമില്ല. എങ്കിലും ഈ കഥാനന്ദ പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സത്സംഗം എല്ലാവർക്കും ഉപകാരപ്രദമാണ്. മഹാഭാരതം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, അത് പഠിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീത പഠിക്കുന്നു. എല്ലാം കൊണ്ടും നമ്മളെല്ലാം സുഹൃത്തം ചെയ്തവരാണ്. അതുപോലെ തന്നെ ഇതുപോലെ ക്ലാസ്സൊക്കെ എടുക്കാനുള്ള ചാൻസ് കിട്ടുന്നതും നമുക്കൊരു വലിയൊരു ഭാഗ്യമാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് എല്ലാവരും ഹരേ കൃഷ്ണ മന്ത്രം മുറുകെ പിടിക്കുക.
അപരാധങ്ങളൊന്നും ഇല്ലാതെ നാമം ചൊല്ലുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭക്തിമാർഗത്തിലൂടെ കുരാൻ പറ്റും എന്നുള്ള ഒരു നിർദ്ദേശത്തോടെ തൽക്കാലം നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പറയുന്ന കേട്ട് കാണുന്നും എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അറിയാവുന്നവരാ, പുതിയ ആരുമില്ലല്ലോ, പുതിയതായിട്ട് ഉള്ളവരാരും ഇല്ലല്ലോ ഇതിനകത്ത്. ഹരേ കൃഷ്ണ. മാതാജിമാര് കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്തുവന്ന? ഹരേ കൃഷ്ണ. മനസ്സിലാകുന്നുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. കലാമന്ദിരപ്പോ ഇപ്പൊ പോയോ? ഹരേ കൃഷ്ണ പ്രഭുജി. നിർത്താം, സമയാവും. ഇനി 5 മിനിറ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ. അവിടെ കറണ്ട് ഉണ്ടോ എന്ന് വന്ന എല്ലാരും കേൾക്കുന്നുണ്ടായിരുന്നോ? ഹരേ കൃഷ്ണ. ഒരു മാതാജി മാത്രമാണ്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാവർക്കും എന്റെ സഹോദര പ്രണാമം. ഹരേ കൃഷ്ണ. ലതിക മാതാജി മാത്രമേ കേട്ടുള്ളൂ. ഹരേ കൃഷ്ണ. വിശേഷ ഹരേ കൃഷ്ണ.